ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മളൊരു 30ലേക്ക് ഒക്കെ എത്തുന്നതിന് മുൻപ് എൻ്റെ വേർഷനിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക്, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക്, ഒരു ഫാമിലി ലൈഫിലേക്കൊക്കെ മൂവ് ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു 11 കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ കുറച്ചും കൂടിയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറും, കുറച്ചും കൂടിയും ക്വാളിറ്റിയുള്ള, കുറച്ചും കൂടിയും സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു 11 കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നെ കേൾക്കുന്ന ഒരാൾ ഒരു 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളാണ്, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോയിട്ടില്ലാത്ത ആളാണെങ്കിൽ കഴിവതും 11 പോയിൻറ്റും കവർ ചെയ്യുന്നത് നന്നായിരിക്കും എന്നെനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കവർ ചെയ്യണോ വേണ്ടതെന്ന്, എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് ഡു എ സോളോ ട്രിപ്പ് എന്നുള്ളത് കേട്ടോ. എത്ര പേരൊരു സോളോ ട്രിപ്പ് പോയിട്ടുണ്ടായിരിക്കും? ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൽ ഈ പറയുന്ന പ്രായത്തിൽ ഒരു സോളോ ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ള അനുഭവം എന്ന് പറയുന്നതും ആ ഒരു ദിവസത്തെ ഓർമ്മകളും ഒരിക്കലും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്ത തരത്തിലുള്ള അത്രയും അനുഭവങ്ങളായിരുന്നു. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് യാത്ര പോകാനും, നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനും, എന്തെങ്കിലും കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്കൊരു സെക്കൻഡ് പേഴ്സൻ്റെയോ തേർഡ് പേഴ്സൻ്റെയോ ഹെൽപ്പ് വേണ്ട, അവരുടെ കൂട്ട് വേണ്ട എന്നൊക്കെ ഉണ്ട് കേട്ടോ. മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടുതലും നമ്മൾ ഫാമിലി ട്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ട്രിപ്പൊക്കെ ആയിരിക്കും കൂടുതൽ സംഭവിക്കുക. അതിനു മുൻപ് ഒറ്റയ്ക്കുള്ള യാത്രയുടെ മനോഹാരിതയും അതിൽ തരുന്ന അനുഭവങ്ങളും പഠിക്കാൻ ശ്രമിക്കാം. ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നതും, ചില സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നതും, ഫേസ് ചെയ്യുന്നതും, ഇനി ധൈര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സോളോ ട്രിപ്പ് തരുന്ന ആ ഒരു എനർജിയും ഒരു കോൺഫിഡൻസും ഒന്ന് വേറെ തന്നെയാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ലേൺ ബേസിക് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചില മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവർ പറയുന്ന വില നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനായിട്ട് സെറ്റ് ആവാതെ വരുമ്പോൾ നമ്മളിങ്ങനെ വില പേശുന്നതിനെയാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ചില കാര്യങ്ങൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മളത് പഠിച്ച് കഴിയുകയാണെങ്കിൽ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ഈ നമ്മൾ പേഴ്സണൽ ലൈഫിൽ ചെയ്യുന്ന നെഗോസിയേഷൻ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും മുന്നോട്ടുള്ള യാത്രകളിലും മുന്നോട്ടുള്ള ജീവിതത്തിലും കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഈ നെഗോസിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്കില്ലാണ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, 100 രൂപയുടെ സാധനം നമ്മൾ ചിലപ്പോൾ 60 രൂപയ്ക്ക് വാങ്ങും, പക്ഷേ ഈ സ്കില്ലുള്ള ആൾ അത് ചിലപ്പോൾ 30 രൂപയ്ക്ക് വാങ്ങുന്ന കാണാം. ഇവർക്ക് എന്താണ്, ഇവർ സംസാരിച്ചപ്പോൾ എങ്ങനെ ഇത് കിട്ടി എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അത് ഒരു സ്കില്ലാണ്. അതിന് ചില കഴിവുകൾ വേണം. ഒറ്റയടിക്ക് ആ ഒരു വിലയിലേക്ക് നമ്മൾ എത്തിക്കരുത്. കടക്കാരനോട് ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. കടക്കാരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാങ്ങുന്ന ആൾ, ബയർ പലതരത്തിലുള്ള എമൗണ്ട് പറയും. പക്ഷേ നമ്മൾ ഒരുപാട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ അവർക്ക് വന്ന് ഡൗട്ട് തോന്നും. അപ്പോൾ ആ സമയത്ത് അതിനെയും കോംപ്രമൈസ് ചെയ്യാതെ രണ്ട് കൂട്ടർക്കും സമാധാനമായിട്ടുള്ള രീതിയിൽ ആ ഒരു വില ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള നെഗോസിയേഷൻ സ്കിൽ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു 30 വയസ്സിനും 35 വയസ്സിനൊക്കെ മുൻപ് തന്നെ നമ്മൾ ആർജിക്കേണ്ട ഒരു കഴിവാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് ബിൽഡ് 3 months എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഏർലി 20യോ മിഡ് 20യോ ലേറ്റ് 20 ആയാലും നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഈ എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഒരു 3 മാസത്തെ എമർജൻസി ഫണ്ട്. നമുക്കറിയില്ല എന്താ സംഭവിക്കുകയെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, എന്നാൽ പോലും എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ആരോടും ചോദിക്കാതെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരുന്ന സമയത്ത് ഒന്ന് ധൈര്യമായിട്ട് നിൽക്കണമെങ്കിലും ആ ഒരു എമർജൻസി സിറ്റുവേഷൻ, ആ ഒരു ക്രൈസിസ് നമുക്ക് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ട ഫണ്ട് നമ്മളുടെ അടുത്ത് വേണമെന്നാണ്. സോ ജസ്റ്റ് എമർജൻസി ഫണ്ടിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഒരു 30 വയസ്സിന് മുന്നേക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കും പാർട്ട്ണർഷിപ്പിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപ് തന്നെ എമർജൻസി ഫണ്ടായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും അനക്കാതെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ലൈഫിൻ്റെ ഒരു സെക്യൂരിറ്റിക്കൊക്കെ വളരെയധികം ഗുണകരമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. നാലാമത്തെ ഒരു സ്കില്ലെന്ന് പറയുന്നത് ലേൺ ടു കുക്ക് 3 സിഗ്നേച്ചർ മീൽസ് എന്ന് പറയും. കുക്കിംഗ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈവൻ ഞാനാണെങ്കിലും എനിക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. കുക്കിങ്ങിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പെരിമെൻസും കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു കഴിവോ ഇൻട്രസ്റ്റോ ഒന്നും എനിക്ക് ഇല്ല. എനിക്ക് ജീവിക്കാനും എൻ്റെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ബേസിക്കായിട്ട് വേണ്ട ഒരു കഴിവെന്ന് പറയുന്നതാണ് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം ഞാൻ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത്.
നമുക്ക് ആരെങ്കിലും കുക്ക് ചെയ്ത് വിളമ്പി തരും അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് തരും എന്നുള്ളതിലൊന്നും ആരും ജീവിക്കരുത് എന്നുള്ളത് പുതുതലമുറയിലുള്ള കുട്ടികൾക്കൊന്നും നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അതിനെപ്പറ്റി വെൽ അവെയറാണ്. സോ നമ്മുടേതായിട്ടുള്ള ഒരു 3 സിഗ്നേച്ചർ മീൽസ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക, അതിൽ അതീവ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതൊക്കെ പുറത്തെടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ അടുത്തറിയുന്ന ഒരു സുഹൃത്തുണ്ട്, ഷാഫിയുടെ സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു 4-5 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അത്രയും നന്നായിട്ട് അവനത് കുക്ക് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് ഒരു പനീർ കറിയാണ്. എന്ത് ടേസ്റ്റാണെന്ന് അറിയോ അത്. അപ്പോൾ ലാസ്റ്റ് വീക്കും കൂടി ഞങ്ങൾ കഴിച്ചേ ഉള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതെ, നല്ല നന്നായിട്ട് കാളൻ ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു 30കളിലേക്ക്, ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിലേക്ക്, ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങളിലേക്ക് ഒക്കെ പോകുന്നതിന് മുൻപ് 3 ഡിഷിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. 5ാമത്തെ പോയിന്റ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, പ്രാക്ടീസ് ഡിജിറ്റൽ ഡയറ്റ് എന്ന് പറയുന്നത്. ശനി ഞായർ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടുതലും നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ലേറ്റ് 20s ആയിക്കോട്ടെ, മിഡ് 20s ആയിക്കോട്ടെ, ഇനി പിള്ളേരുടെ കാര്യം തന്നെ ആയിക്കോട്ടെ, കൂടുതലും എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് സ്ക്രോൾ ചെയ്തിട്ടും മറ്റു പല സോഷ്യൽ മീഡിയയിലുമൊക്കെ ചിലവാക്കുന്ന യുവത്വത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഫ്രീ ടൈം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോൺ എടുക്കും. അത് ഞാനായാലും അതെ, നിങ്ങളായാലും അതെ, ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്കാണ് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കാര്യങ്ങൾ വഴിയാണ് നമ്മൾ പുറം ലോകമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരിയാണ്, എന്നാലും ഞാനൊന്നിനും അഡിക്റ്റ് അല്ല എന്ന് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒഴിവ് ദിവസങ്ങൾ വരുന്ന സമയത്തും ഹോളിഡേയ്സൊക്കെ വരുന്ന സമയത്തും ഫുൾ ഡേ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, പക്ഷേ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നമുക്ക് ഡിജിറ്റൽ ഡയറ്റ് എടുക്കാം. നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫോൺ, TV, ലാപ്ടോപ്പ്, ഗെയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡായി നമ്മൾ കുറച്ച് ബുക്സായിട്ടും വീട്ടിലെ കാര്യങ്ങളായിട്ടും ബാക്കി വർക്കായിട്ടും ഇപ്പോൾ പ്രകൃതിയായിട്ടും ട്രാവലായിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. ഞാൻ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയയ്ക്കും ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഞാൻ അഡിക്റ്റഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ, നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡോപ്പമൈൻ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. കാരണം അത്രയും സന്തോഷമായിരിക്കും നമുക്ക് അതൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത്. 6ാമത്തെ ഒരു പോയിൻ്റാണ് ഇമാജിൻ നെക്സ്റ്റ് 5 years എന്ന് പറയുന്നത്. അടുത്ത 5 വർഷത്തിൽ എന്ത് സംഭവിക്കാം. ഇപ്പോഴും ഞാൻ പറയട്ടെ, നമ്മുടെ കയ്യിലല്ല നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആർക്കും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കും, ഞാൻ എവിടെയായിരിക്കും, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എൻ്റെ അടുത്ത 5 വർഷം എന്തൊക്കെ സംഭവിക്കും. മേ ബി എൻ്റെ ഫാമിലി ഒന്ന് ഇലാബറേറ്റ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന കൺട്രി ഞാൻ ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും, ജോബ് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് ചെയ്യാൻ, എൻ്റെ വെൽത്തിൽ ചേഞ്ച് ചെയ്യാൻ, എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ നാട്ടിലെ എൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത് വഴി, കരിയറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത് വഴി നമുക്ക് ചില സമയത്ത് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും കേട്ടോ. സോ അടുത്ത 5 വർഷത്തിനെ പറ്റി ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും അതിലേക്ക് ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. 7ാമത്തെ പോയിൻ്റാണ് കണ്ടക്ട് ആൻ ഇവൻറ്റ് ഓർ ഹൗസ് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കിടക്കുന്നതിന് മുൻപ്, 30കളുടെ പ്രാരാബ്ദങ്ങൾ തലയ്ക്ക് പിടിക്കുന്നതിന് മുൻപ് ഇടയ്ക്ക് ഒരു 1 or 2 ഒരു ഹൗസ് പാർട്ടി അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ബർത്ത്ഡേയ്സ് വരുമ്പോൾ, ചെറിയ ചെറിയ പ്രൊമോഷൻസ് കിട്ടുന്ന സമയത്ത് നമ്മുടെ അത്രയും ക്ലോസ് ഫ്രണ്ട്സിനെയും ഒരു 10-20 പേരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മളൊന്ന് മാനേജ് ചെയ്യാൻ പഠിക്കും എല്ലാ കാര്യങ്ങളും. ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഫുഡ് അറേഞ്ച് ചെയ്യണം, പാർട്ടി സ്പേസ് അറേഞ്ച് ചെയ്യണം, ആ ഒരു ടൈമും അതിന് അവർ വരുമ്പോഴുള്ള ഡെക്കോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. സോ ഒരു ലീഡർഷിപ്പ് സ്കില്ലും ഒരു മാനേജറിയൽ സ്കില്ലും പിന്നെ മൊത്തത്തിലൊന്ന് ഡിസിപ്ലിൻ ആവാനും കാര്യങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് പതുക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ബാച്ചിലറായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് ശീലിക്കുമ്പോൾ അത് മുന്നോട്ടേക്കുള്ള നമ്മുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും തരിക. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമുക്കത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറച്ചും കൂടി നന്നായിട്ടൊക്കെ നമുക്കത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. 8ാമത്തെ പോയിൻ്റാണ് പീപ്പിൾ ഓഡിറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അകറ്റി നിർത്തേണ്ട ആളുകൾ, നമ്മളുമായിട്ട് ചേർന്ന് പോകാത്ത ആളുകൾ, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് റെഡ് ഫ്ലാഗ്സും
ഗ്രീൻ ഫോറസ്റ്റും റെഡ് ഫോറസ്റ്റൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒരു പീപ്പിൾ ഓഡിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഓവർ ഷെയർ ചെയ്യുന്നതും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കുന്നതും നമ്മൾ ഓടിപ്പോകുന്നതും കാണുന്നതും ഒക്കെ ആക്ച്വലി നമ്മുടെ റിയൽ ഫ്രണ്ട്സ് തന്നെയാണോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ആളുകൾ തന്നെയാണോ, ഇവർ നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അവൈലബിൾ ആവാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ലൈഫ് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി 30s ലേറ്റ് 20s ആണ് കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതും വളരെയധികം ആളുകൾ കൊഴിഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഒരു പ്രായമാണ് ഈ 30കളുടെ ആദ്യവും 20കളുടെ അവസാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആളുകൾ വന്നും പോയും ഇരിക്കും. ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടും. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ വന്ന് നിൽക്കുന്നത് തന്നെ മേ ബി ഈ കൊഴിഞ്ഞു പോക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 30s തുടക്കത്തിലൊക്കെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് പീപ്പിൾ ഓഡിറ്റ് ചെയ്യുക എല്ലാ സമയത്തും. നമ്മുടെ കൂടെ ഉള്ളവർ ശരിക്കും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണോ, നമുക്ക് അവർ ചെയ്തു തരുന്ന അത്രയും നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ടോ, അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒരു പീപ്പിൾ ഓഡിറ്റ്, ഒരു ബേസിക് ആയിട്ടുള്ള പീപ്പിൾ ഓഡിറ്റ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. 9ാമത്തെ പോയിൻ്റാണ് സെറ്റ് എ ഹെവി ഗോൾ എവറി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 25 വയസ്സിന് ശേഷം ഒരു 30കളിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഒരു ഗോൾ വെച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഒരുപാട് ഗോളും ഒരു മേജറായിട്ടുള്ള ഗോളും സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരിക്കലും ഇൻ്റർനാഷണൽ ട്രിപ്പിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഞാൻ ഈ വർഷം എന്താണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിരിക്കും എന്ന് ചിന്തിക്കുക. സോ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെവി ഗോളാണ്. ഒരുപാട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതൊരു ഹെവി ഗോൾ തന്നെയാണ് തീർച്ചയായിട്ടും. 10,000-ൻ്റെയും 20,000-ൻ്റെയൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഞാനൊരു ഐഫോൺ മേടിക്കും എന്നുള്ളൊരു ഗോൾ വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അത്യാവശ്യം വേണ്ട ഒരു ഗോളാണ് അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു നല്ല ഫോൺ വേണം, നല്ല ടാബ് വേണം, നല്ല ലാപ്ടോപ്പ് വേണം, നല്ല കാറ് വേണം, അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ച് വേണം, ഒരു കൺട്രി ചേഞ്ച് വേണം. ഇതൊക്കെ ഒരു മേജർ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്താൽ മാത്രം പോരാ, എല്ലാ വർഷവും ആ സെറ്റ് ചെയ്യുന്ന മേജർ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യുകയും കൂടി ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു 10,000-ൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ് എങ്കിൽ എൻ്റെ മേജർ ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എനിക്കൊരു ഐഫോൺ വാങ്ങണം, ഒരു നവംബർ-ഡിസംബറിൻ്റെ ഉള്ളിൽ അത് വാങ്ങണം എന്നാണെങ്കിൽ നമുക്ക് തന്നെ ആ ഗോൾ എൻ്റർ ചെയ്യുമ്പോൾ തോന്നും ഇതൊക്കെ വല്ലതും നടക്കുകടേ, നിന്നെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലത്, ഇതൊക്കെ എഴുതി വെക്കാനേ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഉള്ളിലുള്ള ആൾ പോലും നമ്മളെ നോക്കി ചിലപ്പോൾ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. എൻഡ് ഓഫ് ദി ഇയർ നമ്മളത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് കൂടുകയാണ്. എനിക്കോ എങ്ങനെ എന്ത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരികയാണ്. ഇങ്ങനത്തെയുള്ള ചില ഗോൾസ്, മേജർ ഗോൾസ്, ഹെവി ആയിട്ടുള്ള ഗോൾസ് എല്ലാ വർഷവും സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു പേഴ്സണൽ ഗ്രോത്തിനും പേഴ്സണൽ കോൺഫിഡൻസ് കൂടാനും നമ്മളെന്നുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ വാല്യൂ കൂടാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. 10ാമത്തെ പോയിൻ്റാണ് ചെക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എത്രത്തോളം സ്റ്റേബിളാണ്. ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, ആളുകൾ നമ്മളെ ഒഴിവാക്കി പോകുന്ന സമയത്ത്, നമ്മൾ ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകുന്ന സമയത്ത്, ബ്രേക്കപ്പ് വരുന്ന സമയത്ത്, ഫിനാൻഷ്യൽ ബേർഡൻ വരുന്ന സമയത്ത്, ഡിപ്രഷൻസ് വരുന്ന സമയത്ത്, സിറ്റുവേഷൻസ് മോശമാകുമ്പോൾ ഒക്കെ നമ്മളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇമോഷണലി വൾണറബിൾ ആവുന്ന ആളാണോ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാൻ വേണ്ട പല കാര്യങ്ങളും നമ്മൾ ചില ബുക്സ് വായിക്കുമ്പോഴും ചില പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓക്കെ അല്ലാത്ത കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്തത്, ദേഷ്യം വന്ന സമയത്ത് ഞാനത് ഏതൊരു സാഹചര്യമാണോ എന്ന് നോക്കാതെയാണോ ദേഷ്യപ്പെട്ടത്, ഞാൻ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ സെയിം സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ റിയാക്ട് ചെയ്ത പോലെ തന്നെയാണോ മറ്റുള്ളവരും ചെയ്യുന്നത്. നമ്മളെ തന്നെ ഒരു പീരിയോഡിക് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് തന്നെ നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. 11ാമത്തെ പോയിൻ്റാണ് ബി എ മീഡിയേറ്റർ വൺസ് എന്ന് പറയുന്നത്. ഇടയ്ക്കെങ്കിലും ഒരു മീഡിയേറ്റർ ആവാൻ ശ്രമിക്കുക. ഒരു പ്രശ്നം വരുന്ന സമയത്ത്, കുടുംബത്തിൽ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഒരു കപ്പിളിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഒരു മീഡിയേറ്റർ ആവാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളെ കേട്ടിട്ട് അതിനൊരു നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. രണ്ട് സൈഡും കേൾക്കുക എന്ന് പറയുന്നതും അതിന് ഉചിതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ലൈഫിൽ 2-3 സിറ്റുവേഷൻ വന്ന സമയത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും അത്രയും ക്വാളിറ്റിയുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ഉള്ള ക്വാളിറ്റി അല്ല മീഡിയേറ്റർ ആവുക എന്ന് പറയുന്നത്. കാരണം ബയാസ്ഡ് ആവാതെ നോക്കുക എന്നുള്ളതും രണ്ട് കൂട്ടരും പറയുന്നത് അതേ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതും അതിന് ഉചിതമായിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരിക എന്നുള്ളതും തീർത്തും വളരെ
ചുരുക്കം ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതൊരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ 30 കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ആ സ്കില്ല് ഒരുപാട് സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു 11 പോയിൻ്റാണ് പറഞ്ഞത്. ഈ 11 പോയിൻറ്റും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനും ഈ 11 പോയിൻറ്റിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.